ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷമാം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഷമാമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു 4 ഗ്ലാസ്സിനൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ കുരു ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ പുറന്തൊലി കളയാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്താലും കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഷേക്കിന് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഞാനിപ്പോൾ ഇത് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 20 ബദാമും 10 ഡേറ്റ്സ്, അതായത് കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ഈന്തപ്പഴമാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നേരിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മിൽക്കാണ്. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷമാം ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ജോലി കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഈ ജ്യൂസിന് കൂടുതൽ ടേസ്റ്റി ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ സെർവ് ചെയ്യാനായിട്ട് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഓരോ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലെക്സ് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജ്യൂസിലേക്ക് കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഡേറ്റ്സും അതുപോലെ തന്നെ ആൽമണ്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഈ ഷേക്ക് ഉണ്ടാവും. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിലും കോൺഫ്ലെക്സ് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ ചൂട് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.